വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചിന്താവിഷയമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായൊരു സമൂഹത്തെക്കുറിച്ചാണ്, അതായത് മാർവാടികളെക്കുറിച്ച്. രാജസ്ഥാൻ്റെ വരണ്ട മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ഈ സമൂഹം തങ്ങളുടെ കഠിനാധ്വാനവും അസാധാരണമായ സാമ്പത്തിക അച്ചടക്കവും കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു. ബിർള, മിത്തൽ, അംബാനി തുടങ്ങി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളായി മാറിയ പേരുകളെല്ലാം ഈ സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. എന്താണ് ഇവരുടെ വിജയത്തിൻ്റെ രഹസ്യം? ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ അല്ല, ഒരു തലമുറയെ തന്നെ സമ്പന്നരാക്കിയ ആ 12 സാമ്പത്തിക തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഈ തത്വങ്ങൾ വെറും സിദ്ധാന്തങ്ങളല്ല, മറിച്ച് തലമുറകളായി പിന്തുടർന്നു പോരുന്ന ജീവിത രീതികളാണ്. ഒന്നാമതായി ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക മാർവാടികളുടെ സാമ്പത്തിക വിജയത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ചെലവുകൾ നിയന്ത്രിക്കുക എന്നത് വരുമാനം എത്ര വലുതാണ് എങ്കിലും ആർഭാടങ്ങളോടും അമിത വ്യയത്തോടും അവർ അകലം പാലിക്കുന്നു. ഓരോ രൂപയും എവിടെ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ടാകും. ഒരു ചെറു കച്ചവടക്കാരനാണ് എങ്കിൽ പോലും തൻ്റെ വരുമാനം, ചെലവ്, ലാഭം എന്നിവയുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ഈ ശീലം ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ഉപയോഗിക്കാൻ അവർ പരിശീലിക്കുന്നു. കൂടുതൽ വരുമാനം ലഭിക്കുമ്പോൾ പലരും ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ മാർവാടികൾ ഈ കെണിയിൽ വീഴാറില്ല. വരുമാനം വർദ്ധിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ അവർ പണം കൈകാര്യം ചെയ്യും. ഒരു പുതിയ കാറോ വലിയ വീടോ വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ സാമ്പത്തിക ഭാരം എത്രത്തോളം ഉണ്ട് എന്ന് അവർ ആഴത്തിൽ ചിന്തിക്കും. അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ലാഭകരമാണോ എന്നും അവർ പരിശോധിക്കും. സ്വന്തം ആവശ്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നതിനു പകരം ആ പണം ബിസിനസ്സിൽ പുനർനിക്ഷേപിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണ് അവർക്ക് താല്പര്യം. ഇതാണ് അവരെ സാമ്പത്തികമായി സുരക്ഷിതരാക്കുന്നത്. ഈ ശീലം ഒരു സാമ്പത്തിക അച്ചടക്കം മാത്രമല്ല, ഒരു ജീവിത രീതി കൂടിയാണ്. തങ്ങളുടെ വരുമാനത്തിനപ്പുറം ജീവിക്കാൻ ശ്രമിക്കുന്നവരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികളാണ് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ കടം വാങ്ങാൻ മടിക്കുന്നത്. ഒരു ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ പോലും വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ കടമെടുക്കൂ. ഈ നിയന്ത്രിത ചിലവഴിക്കൽ ശീലം അവരെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ദീർഘകാല നിക്ഷേപം. ഭാവിയിലേക്കുള്ള സമ്പാദ്യം ഉറപ്പാക്കുക മാർവാടികളുടെ മറ്റൊരു പ്രധാന രഹസ്യമാണ്. ദീർഘകാല നിക്ഷേപങ്ങളിലുള്ള അവരുടെ വിശ്വാസമാണത്. പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളിൽ അവർക്ക് വലിയ താല്പര്യമില്ല, മറിച്ച് കാലക്രമേണ വളർച്ച നേടാൻ കഴിയുന്ന നിക്ഷേപങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓഹരികൾ, സ്വർണം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ആസ്തികളിൽ അവർ നിക്ഷേപം നടത്താറുണ്ട്. ഈ നിക്ഷേപങ്ങൾ അവർ ഒരിക്കലും പെട്ടെന്ന് വിറ്റുകളയാറില്ല, മറിച്ച് തലമുറകളായി കൈമാറാൻ കഴിയുന്ന രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. ഈ ദീർഘകാല കാഴ്ചപ്പാട് അവർക്ക് സാമ്പത്തികമായ വലിയ സുരക്ഷിതത്വം നൽകുന്നു. തങ്ങളുടെ സമ്പാദ്യം പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അവർ വിനിയോഗിക്കുന്നു. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അവരെ ബാധിക്കാറില്ല, കാരണം അവരുടെ ലക്ഷ്യം പെട്ടെന്നുള്ള ലാഭമല്ല, മറിച്ച് ദീർഘകാല വളർച്ചയാണ്. ഈ സമീപനം അവരുടെ നിക്ഷേപങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. അവരുടെ ഈ തന്ത്രം ഒരു മരം നടുന്നതിന് തുല്യമാണ്. ഒരു മരം നട്ടാൽ അത് പെട്ടെന്ന് ഫലം തരാറില്ല, എന്നാൽ കാലം കഴിയുന്തോറും അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങുകയും അത് വലിയൊരു വൃക്ഷമായി മാറുകയും ചെയ്യുന്നു. അതുപോലെ മാർവാടികൾ ഇന്ന് നടത്തുന്ന നിക്ഷേപങ്ങൾ നാളത്തെ തലമുറകൾക്ക് വലിയൊരു സമ്പത്തായി മാറുന്നു. മൂന്നാമതായി കുടുംബാംഗങ്ങളെ പങ്കാളികളാക്കുക എന്നുള്ളതാണ് മാർവാടികളുടെ ബിസിനസിന്റെ നട്ടെല്ല്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ അവർ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അതിൽ പങ്കാളികളാക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ അവർ ബിസിനസ്സിൽ ബാലപാഠങ്ങൾ പഠിക്കുന്നു. മുതിർന്നവരുടെ മാർഗനിർദ്ദേശത്തിൽ അവർ ബിസിനസ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പരിശീലിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമമാണ് മാർവാടി ബിസിനസ്സുകളുടെ ശക്തി. ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഓരോ ഉത്തരവാദിത്തമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരാൾ ഉൽപാദന ചുമതലകൾ നോക്കുമ്പോൾ
മറ്റൊരാൾ മാർക്കറ്റിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇങ്ങനെ ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ച് ഉത്തരവാദിത്വങ്ങൾ നൽകുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ്. ഈ പരസ്പര സഹകരണത്തിലൂടെ അവർ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. കുടുംബ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ലാഭം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത് കുടുംബത്തിലെ എല്ലാവരെയും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കൂടാതെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഐക്യവും കൂട്ടായ പ്രവർത്തനവുമാണ് ഈ സമൂഹത്തെ ഇത്രയധികം വിജയത്തിലെത്തിച്ചത്. നാലാമതായി, പാരമ്പര്യ രീതികൾ. മാർവാടികൾക്ക് സ്വന്തമായി ചില പാരമ്പര്യ ബിസിനസ് രീതികളുണ്ട്. നൂറ്റാണ്ടുകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ രീതികൾ അവരുടെ സാമ്പത്തിക വിജയത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, അവർ കടം വാങ്ങാൻ മടിക്കുന്നു. കടമില്ലാത്ത ഒരു ബിസിനസ് സുരക്ഷിതമായിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലും അവരെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ അവർ മടിക്കാറില്ല. എന്നാൽ തങ്ങളുടെ പാരമ്പര്യ തത്വങ്ങൾ ഉപേക്ഷിക്കാതെയാണ് അവർ ഇത് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു കച്ചവട സ്ഥാപനം നടത്തുമ്പോൾ കണക്കുകൾ ഡിജിറ്റലായി സൂക്ഷിക്കുമ്പോഴും ഉപഭോക്താക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധം നിലനിർത്താൻ അവർ ശ്രദ്ധിക്കുന്നു. ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ തങ്ങളുടെ കച്ചവടത്തിലെ ധാർമ്മികതയും വിശ്വസ്തതയും അവർ കാത്തു സൂക്ഷിക്കുന്നു. ഈ പാരമ്പര്യ രീതികൾ അവർക്ക് സുരക്ഷിതത്വവും വിശ്വസ്തതയും നൽകുന്നു. ഉപഭോക്താക്കൾക്കും പങ്കാളികൾക്കും അവരെ വിശ്വസിക്കാൻ കഴിയുന്നു. ഇത് അവരുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സഹായകമായി മാറുന്നു. അഞ്ചാമതായി, സാധാരണക്കാരുമായുള്ള ബന്ധം. മാർവാടികൾ തങ്ങളുടെ ബിസിനസ് ബന്ധങ്ങൾ വികസിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യും. ഒരു ബിസിനസ് ആവശ്യത്തിനു വേണ്ടി മാത്രമല്ല, വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് വേണ്ടിയും അവർ സമയം കണ്ടെത്താറുണ്ട്. ഈ ബന്ധങ്ങളാണ് പലപ്പോഴും പുതിയ ബിസിനസ് അവസരങ്ങളിലേക്ക് അവരെ നയിക്കുന്നത്. അവർ സമൂഹത്തിൽ എല്ലാ തലത്തിലുമുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഒരു സാധാരണ തൊഴിലാളിയായാലും ഒരു വലിയ വ്യവസായി ആയാലും അവർ ഒരേ ബഹുമാനത്തോടെയാണ് അവരോട് പെരുമാറുന്നത്. ഈ നല്ല പെരുമാറ്റവും സൗഹൃദവും അവരെ സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യരാക്കുന്നു. തങ്ങളുടെ ബിസിനസ്സുകൾക്ക് പുറമെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അവർ സജീവമായി പങ്കെടുക്കുന്നു. ഈ ബന്ധങ്ങളാണ് പലപ്പോഴും അവർക്ക് പുതിയ ബിസിനസ് അവസരങ്ങൾ നൽകുന്നത്. ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാൻ മാർവാടി സമൂഹം എപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. ഈ പരസ്പര സഹകരണത്തിലൂടെ അവർ ഒരുമിച്ച് വളരുന്നു. ആറാമതായി, വിശ്വസ്തത. മാർവാടികളുടെ കച്ചവട വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം അവരുടെ വിശ്വസ്തതയാണ്. ഒരിക്കൽ ഒരാളുമായി ഒരു കരാർ ഉണ്ടാക്കിയാൽ അവർ അത് കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്നു. ഇത് അവരുടെ ബിസിനസ് പങ്കാളികൾക്കും ഉപഭോക്താക്കൾക്കും അവരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും അവർ സത്യസന്ധത പുലർത്തുന്നു. തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് മാർവാടികളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഈ വിശ്വസ്തത അവരെ ദീർഘകാലത്തേക്ക് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അതിനെ നിലനിർത്താൻ വിശ്വസ്തതയും സത്യസന്ധതയും ആവശ്യമാണ്. ഈ തത്വം മാർവാടികൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ഏഴാമതായി, കഠിനാധ്വാനം. മാർവാടികളുടെ ഒരു പ്രത്യേകതയാണ് കച്ചവടം തുടങ്ങുന്നത് മുതൽ അതിനെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ അവർ അക്ഷീണം പ്രവർത്തിക്കുന്നു. രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യാനും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യാനും അവർ മടിക്കുന്നില്ല. ഈ കഠിനാധ്വാനം ഒരു ജീവിത രീതിയായി അവർ കരുതുന്നു. ബിസിനസ്സിൽ വിജയിക്കാൻ എളുപ്പ വഴികളില്ല എന്നും അത് കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നതെന്നും അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും തങ്ങളുടെ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നത്. ഈ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അവരുടെ സാമ്പത്തിക വിജയങ്ങൾ. തങ്ങളുടെ വിയർപ്പിന്റെ ഫലമായി ലഭിക്കുന്ന സമ്പാദ്യം അവർക്ക് കൂടുതൽ മൂല്യവത്താണ്. എട്ടാമതായി, പുനർനിക്ഷേപം. മാർവാടികൾ തങ്ങളുടെ ലാഭം മുഴുവൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാറില്ല. പകരം ആ ലാഭത്തിന്റെ വലിയൊരു ഭാഗം അവർ തങ്ങളുടെ ബിസിനസ്സിൽ തന്നെ പുനർനിക്ഷേപിക്കുന്നു. ഇത് അവരുടെ ബിസിനസ്സിനെ കൂടുതൽ വളർത്താൻ സഹായിക്കുന്നു.
പുതിയ യന്ത്രങ്ങൾ വാങ്ങുക, ബിസിനസ് വികസിപ്പിക്കുക, പുതിയ ശാഖകൾ തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർ ലാഭം ഉപയോഗിക്കുന്നു. ഇത് അവരുടെ ബിസിനസ്സിനെ കൂടുതൽ വലുതാക്കാനും കൂടുതൽ വരുമാനം നേടാനും സഹായിക്കുന്നു. ഈ പുനർനിക്ഷേപം ഒരു പുതിയ തുടക്കം കുറിക്കാൻ അവരെ സഹായിക്കുന്നു. ഒരു ചെറിയ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ഒരു വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവർക്ക് ഈ തത്വം സഹായകമായി തീരുന്നു. 9, വിദ്യാഭ്യാസം. മാർവാടികൾ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നു. അക്കൗണ്ടിങ്, നിക്ഷേപം, മാർക്കറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ അവർക്ക് നല്ല അറിവുണ്ടാകും. ഈ അറിവ് അവരെ കൂടുതൽ മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഈ സാമ്പത്തിക വിദ്യാഭ്യാസം അവർക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നതല്ല, മറിച്ച് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ പഠിക്കുന്നതാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അവർ കണക്കുകൾ പഠിക്കാനും പണം കൈകാര്യം ചെയ്യാനും പരിശീലിപ്പിക്കപ്പെടുന്നു. ഈ അറിവ് അവരെ തങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. 10, സഹകരണം. മാർവാടികൾ പരസ്പരം സഹായിക്കുന്ന ഒരു സമൂഹമാണ്. ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ മറ്റുള്ളവർ അവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറാണ്. ഇത് പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് പുതിയ അവസരങ്ങൾ നൽകാനും അവർ ശ്രദ്ധിക്കാറുണ്ട്. ഒരു പുതിയ കച്ചവടം തുടങ്ങുമ്പോൾ അത് വിജയകരമാക്കാൻ വേണ്ട സഹായങ്ങൾ അവർ നൽകുന്നു. ഈ സഹകരണം അവരെ ഒരുമിച്ച് വളരാൻ സഹായിക്കുന്നു. ഈ സഹകരണത്തിലൂടെ അവർ ഒരുമിച്ച് സാമ്പത്തികമായി ശക്തിപ്പെടുന്നു. 11, അപകട സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. മാർവാടികൾ പുതിയ ബിസിനസ്സുകൾ നിക്ഷേപിക്കുമ്പോൾ അപകട സാധ്യത കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അവർ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി പഠിക്കും. നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അവർ ആ ബിസിനസ്സിൽ നിന്ന് പിന്തിരിയുന്നു. അവർക്ക് നഷ്ടങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ പുതിയ കാര്യങ്ങളിൽ ധൃതി പിടിച്ച് തീരുമാനമെടുക്കാത്തത്. ഈ സൂക്ഷ്മത അവരെ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈ തത്വം അവരെ സുരക്ഷിതമായി ബിസിനസ് ചെയ്യാൻ സഹായിക്കുന്നു. 12, ദാനം ചെയ്യുക എന്നുള്ളതാണ്. മാർവാടികൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്യാറുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അവർ സജീവമായി പങ്കെടുക്കുന്നു. അവർ വിശ്വസിക്കുന്നത് ദാനം ചെയ്യുന്നത് ഐശ്വര്യത്തിന് കാരണമാകുമെന്നാണ്. ഈ ദാനശീലം അവരെ സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യരാക്കുന്നു. തങ്ങളുടെ സമ്പാദ്യം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. ഈ ദാനശീലം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മാർവാടികളുടെ ഈ 12 സാമ്പത്തിക രഹസ്യങ്ങൾ വെറും കച്ചവട തന്ത്രങ്ങളല്ല, മറിച്ച് കഠിനാധ്വാനം, സത്യസന്ധത, കുടുംബ ബന്ധം, സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയ മൂല്യങ്ങളുടെ പ്രതിഫലനമാണ്. ഈ തത്വങ്ങൾ ഒരു വ്യക്തിയെ സമ്പന്നനാകാൻ മാത്രമല്ല, ഒരു സമൂഹത്തെ ഒന്നാകെ വളർത്താൻ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ തത്വങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.